സർ, ഈ അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന കൊടുങ്കാറ്റുമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇപ്പോൾ ഡൽഹിയിൽ വലിയൊരു പ്രതിസന്ധി, പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണ് വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. എന്താണ് സർ ഇനി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും? ഈ വലിയൊരു രാഷ്ട്രീയ പ്രതിഭാസമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. പലതിലും രാജ്യത്തിനൊരു പുതുമ കാണിച്ചു കൊടുത്തു. ഈ അഴിമതി വിരുദ്ധതയോടുകൂടിയാണല്ലോ കയറി വന്നത്. അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക, അതിനുവേണ്ടിയാണ് ചൂലെടുത്തത്. ചിഹ്നം ചൂലായി, അതിലൊരു പുതുമ. പിന്നെ തൊപ്പി വെച്ചു. പണ്ടൊക്കെ നമ്മൾ പറയുന്നത് തോറ്റു തൊപ്പിയിടുക എന്നാണ് പറയുന്നത്. ഇത് തൊപ്പി വെച്ചതിന് ശേഷം ജയിച്ചു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കയറിക്കൊണ്ടുവരികയാണ്. പലർക്കും വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. കാരണം 2013 പാർട്ടി ഉണ്ടാക്കിയത്. മാസങ്ങൾക്കകം നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ ഡൽഹിയിലെ ഭരണത്തിലേക്ക് കയറി. അങ്ങനെ ഷീലാ ദീക്ഷിത് ചോദിച്ചു, ആരാണ് ഈ കേജ്രിവാളെന്ന്. അതിന് കൃത്യമായ മറുപടിയും കേജ്രിവാളിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഷീലാ ദീക്ഷിതിനും കോൺഗ്രസിനും കിട്ടുകയും ചെയ്തു. 2013 അങ്ങനെ പാർട്ടി ഉണ്ടാക്കിയിട്ട് അത് അന്ന് ഭൂരിപക്ഷമില്ലാതിരുന്നു അല്ലേ? എന്നിട്ടും അവരുടെ തട്ടകത്തിൽ അവരെ തോൽപ്പിച്ചത് വഴിയാണ് തക്കതായ മറുപടിയും കൊടുത്തത്. അധികാരത്തിലെത്തിയാൽ പറഞ്ഞതെന്താണ്? 15 ദിവസത്തിനകം ജനലോക്പാൽ ബിൽ പാസ്സാക്കുമെന്നായിരുന്നു. അത് വലിയ ആകാംക്ഷയോടുകൂടിയാണ് രാജ്യം കാത്തിരുന്നത്. ഒടുവിൽ എന്തു പറ്റി? അത് പാലിക്കാനായില്ല എന്ന് കാട്ടി 49 ദിവസത്തെ ഭരണം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മന്ത്രിസഭ വീണു, രാജിവെച്ചു. അത്ഭുതത്തോടെ രാജ്യം അത് കണ്ടു. തുടർന്ന് ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണമാണ്. പിന്നീട് 2015 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്ത് ചെയ്തു? കേജ്രിവാൾ അധികാരത്തിലേക്ക് വരികയാണ് വീണ്ടും. സർവ സന്നാഹങ്ങളോടും കൂടി മൃഗീയ ഭൂരിപക്ഷവും, അതായത് 70 സീറ്റിൽ 67 നേടി. BJP 3 സീറ്റ്, കോൺഗ്രസ് സംപൂജ്യരായി നിൽക്കാൻ തുടങ്ങി. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് 2014 ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു. 2014 2019 അധികാരത്തിൻ്റെ ഒരു BJP വലിയ രാഷ്ട്രത്തിനകത്ത് അങ്ങ് പടർന്ന് പന്തലിക്കാൻ തുടങ്ങി നിൽക്കുന്ന അവസരത്തിൽ ഈ 2015 2020 ആം ആദ്മി ഡൽഹിയിൽ ഭരണം പിടിച്ചെടുത്തു. അതാണ് BJPയെ അല്പം ഉലച്ചത്. കാരണം രാജ്യതലസ്ഥാനമാണ്. കാൽച്ചുവട്ടിലെ മണ്ണ് വേറൊരാളുടെ കയ്യിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയ BJP അതിനെ പിന്നീട് അന്ന് മുതൽ തന്ത്രപൂർവ്വം തന്നെ നേരിടാൻ തീർച്ചപ്പെടുത്തി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ 15 20 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJP വോട്ട് വിഹിതവും സീറ്റ് വർധനവും ഉണ്ടായി. പാർലമെന്റിലും മുഴുവൻ സീറ്റും നേടിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 2014 19 24 അപ്പോൾ അങ്ങനെ എന്താ സംഭവിച്ചത്? ഒരു പുതുമയോടുകൂടി വന്നതാളാണ്. പിന്നെ BJPയുടെ ഒരു ആഗ്രഹം ആം ആദ്മിയിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കേജ്രിവാൾ BJPയെ സഹായിച്ചു എന്ന് പറയാം. അതായത് അതെങ്ങനെയാണ്? BJP 2014 അതിനു മുമ്പ് BJPയുടെ ഭരണം ഉണ്ടായിരുന്നല്ലോ, അടൽ ബിഹാരി വാജ്പേയി. പക്ഷേ 2014 അധികാരത്തിൽ വരുമ്പോൾ ഒന്നാം മോദി സർക്കാർ അവരുടെ അന്നത്തെ തന്നെ ഒരു പ്രധാന അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസിനെ ഈ രാജ്യത്ത് നിന്ന് തൂത്തുവാരി കളയുക എന്നുള്ള കോൺഗ്രസ് മുക്ത ഭാരതം. അതിങ്ങനെ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ അത് വൈകാതെ ഉണ്ടാകും. അത് ചിലരെയൊക്കെ ഒന്ന് കൂട്ടുപിടിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. അത് BJPയുടെ അജണ്ടയാണ്, അവരുടെ പ്രധാന അജണ്ടയാണ്. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം CPM ഇങ്ങനെ വളരുന്നു, പിണറായി ജനവിരുദ്ധനായി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും CPM വളരുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട്? CPMനെ അങ്ങനെ അങ്ങ് കൊടുത്തിരിക്കുകയാണ്. കാരണം BJPക്ക് കോൺഗ്രസിനെ തീർക്കണം. ആ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ CPM വളരുന്നതെന്നുള്ളതാണ്. ഒരു ആയുധമാണ്. ഒരു ആയുധമാണ്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ്
ഡൽഹിയിൽ കോൺഗ്രസിനെ തൂത്തെറിഞ്ഞില്ലേ 2015 15 13 മുതൽ തന്നെ എന്ന് പറയാം. കുറച്ചു കാലമേ കേജ്രിവാൾ 13 സാർ കുറച്ച് സീറ്റുകളെങ്കിലും നാമമാത്രമായിട്ട് ഉണ്ടായി. 15 ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ്. 15 20 ഇപ്പോഴും 24 കേജ്രിവാൾ ഇപ്പൊ പിടിച്ചിരിക്കുന്ന സീറ്റ് എത്രയാണ്? 22 48 BJP. അപ്പോൾ ഈ കോൺഗ്രസ് വീണ്ടും മൂന്നാം തവണയും സംഭൂജ്യരായി നിൽക്കുകയാണ്. ആ സംഭൂജ്യരായി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ കേജ്രിവാൾ തന്നെയാണ്. അപ്പോൾ BJPയെ കേജ്രിവാൾ സഹായിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് സാർ അങ്ങ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഡൽഹിക്ക് വേണ്ടി കേജ്രിവാളിനെ BJP ഒരു ആയുധമായി ഉപയോഗിച്ചു എന്നാണോ? അങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ എന്തായാലും ഒരു സഹായം കിട്ടി കേജ്രിവാളിൽ നിന്ന്. അതൊക്കെ അങ്ങനെ പറ്റുകയുള്ളൂ. ഒരു പ്രധാനപ്പെട്ട ശത്രുവിനെ ചിലപ്പോൾ നമ്മളോട് എതിരിട്ട് വരുന്ന ശത്രുവിനെ നേരിടാനായിട്ട് നമുക്ക് ചിലപ്പോൾ മറ്റു ചിലരുമൊക്കെ ആയിട്ട് കൂട്ടുചേരേണ്ടി വരും. അവിടെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. കേജ്രിവാളുമായിട്ട് കൂട്ടുചേർന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കേരളത്തിലെ കാര്യത്തിനകത്ത് CPM BJP അന്തർധാര എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തൃശ്ശൂരിൽ പൂരം കലക്കിയതും ഒക്കെ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയമാണ്. പിന്നെ അങ്ങനെയുള്ള ഒരു അന്തർധാരയൊന്നും അവിടെ ഡൽഹിയിൽ ഉണ്ടായിട്ടില്ല. കാരണം BJPയുടെ പ്രധാന പ്രതിയോഗി എന്ന് പറയുന്നത് കേജ്രിവാൾ തന്നെയാണെന്നുള്ളതാണ്. പക്ഷേ ആദ്മിന്ന് ചിലര് ഇങ്ങോട്ടേക്ക് വന്നല്ലോ, BJPയിലേക്ക് വന്നില്ലേ? വന്ന ആളിനും വിജയമുണ്ടായി, ആ വന്ന ആളിനും മന്ത്രി പദവിയിലേക്കും വരുമെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ആം ആദ്മിയിൽ മുമ്പുണ്ടായിരുന്ന ഒരു MP അല്ലേ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ അരവിന്ദ് കേജ്രിവാളിൻ്റെ വസതിക്ക് മുന്നിൽ കൊണ്ടുപോയി മാലിന്യം തള്ളിയത്? ഡൽഹിയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിലെ ഒരു പരിഹാരവും ഉണ്ടാക്കാൻ കഴിയാതിരുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു MP, ഒരു വനിതാ MP-യാണ് അത് ചെയ്തത്. പേര് എനിക്ക് ഓർമ്മയിലില്ല. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നേട്ടം ആം ആദ്മിയിലൂടെ കിട്ടിയെന്നുള്ളതാണ്. ഇനിയിപ്പോൾ കോൺഗ്രസ് തല പൊക്കത്തില്ല, അടിച്ചു പാർട്ടി. കേജ്രിവാളിന്റെ ഭാവി എന്തായിരിക്കും? അതിലേക്ക് വരാം. കോൺഗ്രസിന്റെ പാർട്ടി അടിച്ച് തകർത്തിട്ടിരിക്കുകയല്ലേ കോൺഗ്രസ്. ഇനി അവിടെ കോൺഗ്രസ് പിന്നെ ഡൽഹിയിൽ പൊങ്ങി വരുത്തില്ല, അടിച്ച് തകർത്തു എന്നുള്ളതാണ്. അതിൻ്റെ തലയടിച്ച് തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉയർന്നു വരാനാണ്. ഇനി അത് ഉണ്ടാകത്തില്ല, അവിടെ കുഴി മൂടും. ഇനിയിപ്പോൾ നോക്കി കോൺഗ്രസ്സിലുള്ളവരൊക്കെ തന്നെ BJPയിലോട്ടൊക്കെ വരും, അത് ഉറപ്പായ കാര്യമാണ്. രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണോ? അല്ല. ഇയാൾ എന്നെ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ ഇവിടെ കിടന്ന് തെക്കും വടക്കും കിടന്ന് ഓടിയല്ലോ. എന്താണ് ചെയ്തത്? വലിയ ആരുടെയൊക്കെയോ പണം വാങ്ങിച്ചുകൊണ്ടല്ലേ ഇവിടെ ഈ ഷോ നടത്തിയത് മുഴുവന്. ഈ കടകളിൽ കണ്ട തട്ടുകടകളെല്ലാം കയറി പൊറോട്ടയും തിന്ന് പിന്നെ കടയപ്പവും തിന്നല്ലേ അങ്ങ് വരെ പോയത്. അല്ലാതെ എന്ത് കടക്കാൻ? അരവിന്ദ് കേജ്രിവാളിന് ഇനി അടുത്തത് BJP എന്ന് പറയുന്നത് 22 സീറ്റ് അരവിന്ദ് കേജ്രിവാൾ നേടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ കേജ്രിവാളിനെ ഇനി അങ്ങോട്ട് തകർക്കുക തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ ആ ആദ്മി പാർട്ടിയെ ഇനിയും BJP മറ്റു പലയിടങ്ങളിലേക്കും കേജ്രിവാൾ എവിടേക്കാണോ നോട്ടുവിട്ട് അവിടേക്ക് കൂടി BJP ചെല്ലും, തകർക്കും എന്നുള്ളതാണ്. അവിടെ വോട്ട് സീറ്റ് 2 സീറ്റൊക്കെ നേടിയിട്ടുണ്ട്. പഞ്ചാബിൽ കോൺഗ്രസ് അങ്ങ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഇനി ഇവിടെ ജനിച്ച മണ്ണിൽ ആ ആദ്മി വീണു, അതുകൊണ്ട് ഇനി പഞ്ചാബിൽ BJPക്ക് അത്രയും അങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല. അപ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷ ഉണ്ട്. പക്ഷേ ആ കോൺഗ്രസിനെ തകർക്കുകയും ചെയ്യും ഏതെങ്കിലും തരത്തിൽ. അവിടെ ഇനി പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടാവും. 2022 അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. ഇനി അപ്പോൾ 27 ഉള്ള അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ എന്തായാലും ഇനി ആ ആത്മയുടെ ഭാവിയായിരിക്കും ഇല്ലാതാകാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.